ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഒരു മല കരഞ്ഞ ദിവസം. ഒരു ഗ്രാമം മിണ്ടാതെയായില്ലേ. മണ്ണ് വഴുതി വീണപ്പോൾ വീടുകൾ മാത്രമല്ല, മനുഷ്യരുടെ സ്വപ്നങ്ങളും ഓർമ്മകളും ജീവിതങ്ങളും ഒരുമിച്ചങ്ങ് അടിഞ്ഞു മൂടി. വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ പ്രകൃതി താണ്ഡവമാടിയ ആ നിമിഷം അനവധി കുടുംബങ്ങൾ ഇനി എവിടേക്കാണ് പോകേണ്ടത് എന്ന ചോദ്യം മാത്രം പിടിച്ചു നിന്നു. പക്ഷേ അവരെ ഒറ്റയ്ക്ക് വിടാൻ മലയാള മണ്ണോ കേരള മക്കളോ കേരളം ഭരിക്കുന്ന സർക്കാരോ തയ്യാറായില്ല എന്നുള്ളതാ. കൈകോർത്തു നിന്നവരുടെ കൂടെ മനുഷ്യസ്നേഹം, ഒരുമിച്ച് നിന്ന സാഹോദര്യത്വം, ഒരു ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ലാതെയായി അവിടെ മനുഷ്യൻ മാത്രം ബാക്കിയായി. കേരളം മുഴുവൻ ഒരു കുടുംബമായി അവരെ ചേർത്ത് പിടിച്ചു. തണലില്ലാതിരുന്നവർക്കായി വീട് മാത്രം പണിതില്ല, മാന്യതയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു പൊതുജീവിതമാണ് സർക്കാർ പണിയാൻ ശ്രമിക്കുന്നത്. വേദനകൾക്ക് മീതെ ഉയർന്ന പ്രതീക്ഷയുടെ ഒരു പുതിയ ഗ്രാമമാണത്. ലോകം നോക്കി പഠിക്കാനാവുന്ന പുനരധിവാസത്തിന്റെ ഒരു മാതൃക. ഇത് മതിലുകളും മേൽക്കൂരയും മാത്രമല്ല, ഇത് വീണ്ടും തുടക്കാനുള്ള അവകാശമാണ്. ഇത് മനുഷ്യൻ ആത്മഗൗരവത്തിന്റെ പുനർജന്മമാണ്. ഇന്ന് ആ വീടുകളുടെ നറുക്കെടുപ്പ് ദിനം. വീട് സ്വന്തമായി ലഭിച്ച അമ്മയുടെ മുഖത്ത് നമ്മൾ കാണുന്നൊരു ചിരി മാത്രമല്ല, അവൾ നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ ഭാരം കണ്ണീരായി ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന്. വേദനയെ കടിച്ചമർത്തിയൊരു ധൈര്യം അവളുടെ കണ്ണുകളിലുണ്ടായിരുന്നു. എങ്കിലും പുതിയ ജീവിതം കൈവന്ന സന്തോഷം മന്ദഹാസമായി വിരിയുന്നു. ആ നിമിഷം നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. മനുഷ്യൻ തകരാം, പക്ഷെ മനുഷ്യ മനസ്സ് തകർന്നു പോകില്ല. ഇതൊരു വീടിന്റെ നറുക്കെടുപ്പ് മാത്രമല്ല കേട്ടോ, ഒരു പ്രതീക്ഷയുടെ പുനർജന്മമാണ്. ഇത് കണ്ണീർ ചിരിയായി മാറുന്ന നിമിഷമാണ്, കണ്ണീര് ചിരിയായി മാറുന്ന നിമിഷം കേട്ടോ. ഇത് മനുഷ്യ സ്നേഹത്തിന്റെ വിജയമാണ്. ദുരന്തം തകർത്ത ജീവിതങ്ങൾ ഐക്യം വീണ്ടും പണിതെടുത്തു തുടങ്ങുന്നു. ഇന്ന് തെളിയുന്നത് ഒരു വീടിന്റെ വിളക്കല്ല എന്ന് പറയാം, ഒരു സമൂഹത്തിന്റെ ആത്മാവാണ് എന്ന് നമുക്ക് എപ്പോഴും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും. 5 സോണുകളിലായി 410 വീടുകളാണ് അവിടെ ഇന്ന് ഒരുങ്ങാൻ പോകുന്നത്. ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് 178 വീടുകളുടെ താക്കോൽദാനമാണ് ഈ ആഴ്ച അവർക്ക് നൽകാൻ കഴിയുന്നത്. ചേർത്ത് പിടിച്ചവർക്കും ഇതുപോലെ ഇങ്ങനെ ഈ രൂപത്തിലാക്കാൻ സഹായിക്കുന്നവർക്കും കേരളം ഒരുപാട് നന്ദി പറയുന്നു. 178 വീടുകളുടെ താക്കോൽദാനമാണ്.